പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. റാറ്റുവിനെ പറപ്പിച്ചേ ഈ കഥ കേൾക്കൂ. റാറ്റു എലിക്കുട്ടന് ആരെയും ഭയമില്ലായിരുന്നു. അമ്മ പറയുന്നത് കേൾക്കാതെ അവൻ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ മുന്നിലൊരു കൊച്ചു പെൻസിൽ. തിന്നാൻ പറ്റുന്നതാണോ എന്നറിയാൻ വേണ്ടി റാറ്റു മണപ്പിച്ചു നോക്കി, തൊട്ടു നോക്കി, നക്കി നോക്കി. അയ്യേ, ഇതെന്തു കുന്തം! ആർക്കു വേണം ഇതൊക്കെ? ആട്ടിൻ കാഷ്ടം പോലെ ഇരിക്കുന്ന പെൻസില്. ആട്ടിൻ കാഷ്ടം പോലെ ഇരിക്കും പെൻസിൽ, ഇതെന്തിനു കൊള്ളാം? തിന്നാൻ പോലും കൊള്ളരുതാതൊരു പെൻസിലു ദൂരെ എറിഞ്ഞേക്കാം എന്നു പറഞ്ഞ് അവൻ ആ പെൻസിൽ വലിച്ച് ദൂരെ എറിഞ്ഞു. അടുത്തതായി ബുക്കുകളോടായി പരാക്രമം. അടുക്കി വച്ചിരിക്കുന്ന ബുക്കുകളും കടലാസുകളും റാറ്റു ചിക്കിപ്പരത്തിയിട്ടു. വലിയ വലിയ കടലാസുകൾ കടിച്ചു മുറിച്ച് നാശമാക്കി. അമ്മ അകലെ നിന്ന് അവനോട് വിളിച്ചു പറഞ്ഞു, അരുതരുതുണ്ണീ അരുതരുത്, അവിവേകം നീ കാട്ടരുത്, അവിടെ ഇരിക്കും കടലാസുകളെ വെറുതെ കീറി മുറിക്കരുത്. റാറ്റും അതൊന്നും കേൾക്കാത്ത മട്ടിൽ തൻ്റെ വികൃതി തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞ് റാറ്റു തിരിഞ്ഞു നോക്കിയപ്പോൾ ഭിത്തിയിലെ ബോർഡിൽ നിന്ന് ഒരു വലിയ കരിമ്പൂച്ച ചാടി വരുന്നു. അയ്യോ, എൻ്റെ അമ്മച്ചിയേ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ ചാടി ഓടി. സംഗതി മറ്റൊന്നുമല്ല, എലിക്കുട്ടൻ്റെ വികൃതി കണ്ടും കേട്ടും പൊറുതിമുട്ടിയ പെൻസിൽ കുട്ടൻ ചാടി എഴുന്നേറ്റ് ബോർഡിൽ കുത്തിവച്ചിരുന്ന കടലാസിൽ വരച്ചതാണ് ആ കരിമ്പൂച്ചയെ. അത് കണ്ട് ഭയന്നോടിയ റാറ്റു പിന്നീട് ആ വഴി വന്നിട്ടേയില്ല. മറ്റു പെൻസിലുകളും കടലാസുകളും പെൻസിൽ കുട്ടനെ അഭിനന്ദിച്ചു.